ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു ഫണ്ണായിട്ടുള്ള ആക്ഷൻ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2023 റിലീസ് ചെയ്ത ദ ഫാമിലി പ്ലാൻ. ഇതിൽ ഹീറോ തൻ്റെ ഭാര്യയും 3 കുട്ടികളുമായി സന്തോഷമുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ സെയിൽസ്മാനാണ്. പെട്ടെന്നൊരു ദിവസം ഏതോ വഴിയെ പോകുന്ന ഒരു ചങ്ങായി ഹീറോയെയും കുഞ്ഞിനെയും ആക്രമിക്കാനെത്തും. അപ്പോഴാണ് ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നായകന് പഴയൊരു ഹിസ്റ്ററി ഉണ്ട്. അന്ത ഹിസ്റ്ററി മേലെ ഭയന്നുകൊണ്ടോ ഇവൻ ഭാര്യയോടും കുട്ടികളോടും ഒന്നും പറയാതെ അവരെയും വിളിച്ചൊരു വെക്കേഷൻ ട്രിപ്പ് പോവാണ്. എന്നാൽ ആ വെക്കേഷൻ ട്രിപ്പിലും ഈ കാലകേയ വില്ലന്മാര് ഹീറോനെയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അവരുടെ കയ്യിൽ നിന്നും തൻ്റെ കുടുംബത്തെ എങ്ങനെ കഷ്ടപ്പെട്ട് ഹീറോ സംരക്ഷിക്കുന്നു എന്നുള്ള കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ജീവിതത്തിൽ നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ എന്താണ് ഈ ലോകത്തിന് നൽകാൻ പോകുന്നത്? നിങ്ങളിവിടെ ജീവിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ഇങ്ങനൊരു കാർ ചൂസ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് വേണ്ടി കമ്പനിയിൽ നിന്ന് ബിൽഡ് ചെയ്തിറക്കിയതാ. ചെറിയ സന്തോഷം നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? എല്ലാം കൊണ്ടും നിങ്ങളുടെ മുഖലക്ഷണത്തിന് ഈ കാറാണ് ചേർന്നത്. അതിന്റെ മുൻവശം കണ്ടില്ലേ? നിങ്ങളുടെ തല പോലെ ഇരിക്കുന്നു, നല്ല മെഴുമിഴാന്ന്. വാങ്ങിച്ചോളൂ, ഇത് നിങ്ങളുടെ കാറാണ്. ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ, കേൾക്കുന്നത് ഒരു പാവം കസ്റ്റമർ. അയാൾ പറയും, ഇത്രയും പണം മുടക്കി ഞാൻ കാറ് വാങ്ങിക്കണോ? കാറൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതെനിക്ക് ചേരുമോ? ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയാണ്, നിങ്ങളെ പഴയ ഭാര്യ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും സ്വന്തം സന്തോഷത്തിലേക്ക് പറക്കൂ. ഇനിയും വൈകിട്ടില്ല ഒരു നല്ല ജീവിതത്തിന്. ഈ കാർ നിങ്ങൾ തന്നെ സ്വന്തമാക്കണം, അതാണ് എൻ്റെയും ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ആ കാർ അയാൾക്ക് തന്നെ കച്ചവടാക്കി കൊടുത്തു ഹീറോ. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് പോകാൻ തയ്യാറെടുക്കുകയാണ് ഹീറോ. കാരണം ഇന്ന് അങ്ങേരുടെ ആനിവേഴ്സറിയാണ്. തൻ്റെ ബാക്കിയുള്ള ജോലി വേറൊരാളുടെ തലയിൽ കെട്ടിവെച്ച് ഹീറോ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. വീട്ടിലേക്ക് വരുന്നു. ഒരു വില്ല പ്ലോട്ടാണ് സ്ഥലം. അയൽക്കാർക്കൊക്കെ ഹീറോയോട് നല്ല ബഹുമാനമാണ്. ഭാര്യയും 3 പിള്ളേരും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് മോർഗൻ്റേത്. അതിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി ഇപ്പോൾ വന്നിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. ആനിവേഴ്സറി ആയതുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ഒരു ബൊക്ക വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ഡിന്നറിന് അവര് മാത്രം പുറത്തു പോകാനാണ് പ്ലാൻ. കൊച്ചു കുട്ടിയുള്ളതുകൊണ്ട് ആ കുട്ടിയെ മൂത്ത പിള്ളേരോട് നോക്കാൻ പറയും. അപ്പം അതിലെ മൂത്ത പയ്യൻ, എനിക്കിന്ന് കൂട്ടുകാരുമൊത്തൊരു ടെന്നീസ് പ്ലേ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായും പുറത്തു പോകണമെന്ന് പറയും. ഇവൻ ഏതു നേരവും ഗെയിം കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആ കമ്പ്യൂട്ടർ അപ്പനെടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഏതൊക്കെയോ കൂട്ടുകാർ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുമായിട്ട് കളിക്കാൻ പോവാത്രേ. എനിക്കിന്ന് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല എന്ന് മോൻ പറയുക. ഉടനെ ബോൾ ദേഷ്യപ്പെടും. ഞാനെങ്ങനെ നോക്കും കുഞ്ഞിനെ? നീ നിന്റെ ജോലി എന്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. അത് ഞാനൊരു പെണ്ണായതുകൊണ്ടാണ്. ഇത് പുരുഷാധിപത്യമാണ്. ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ചേച്ചി ഒരു ചെറിയ ഫെമിനിസ്റ്റാണ്. അവൾ തന്റെ അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അത് നല്ലതാണ്. എന്തായാലും ഇവിടെ അപ്പൻ, അവൻ ഇപ്പോഴാണല്ലോ ഒന്ന് പുറത്ത് കളിക്കാൻ പോകുന്നു, അതിനെ ഇനി തടയണ്ട. ഇന്നൊരു ദിവസമല്ലേ, അവൻ പൊക്കോട്ടെ, നീ കുഞ്ഞിനെ നോക്കിയിരിക്കെ, ഞങ്ങൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് അപ്പൻ മോളോട് സമ്മതം വാങ്ങിക്കും. അപ്പം മോള്, ശരി ഇന്ന് ഞാൻ കുഞ്ഞിനെ നോക്കാം, എന്നാൽ എന്നെ അനാവശ്യമായിട്ട് ഉപദേശിക്കാൻ വരണ്ട എന്ന് നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് പറയണം. ആ സ്ത്രീ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാനൊരു മുതിർന്ന പെണ്ണാ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്നോട് കൂടുതൽ നിയമങ്ങൾ പറയരുതെന്ന് പറയും. അപ്പം അപ്പൻ അതിനും സമ്മതിക്കും. ശരി, ഞാൻ നിന്റെ അമ്മയോട് പറയാം നിന്നെ ഒരുപാട് ശല്യം ചെയ്യേണ്ടത്. നീ നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. അതേ വേണ്ടു അപ്പന്. കോളേജിലേക്ക് ജേർണലിസം പഠിക്കാനല്ലേ പോകുന്നു, അതിന്റെ കാര്യങ്ങൾ എന്തായി? ഇത് ചോദിക്കുമ്പോൾ മോള് പറയാ, എനിക്കിപ്പോൾ ജേർണലിസം ഒന്നും പഠിക്കാൻ താല്പര്യമില്ല. ജേർണലിസം ഒക്കെ എപ്പോഴേ ചത്തുപോയി. ഇനി പുതിയ പരിഷ്കാര വിഷയങ്ങളാണ് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെന്താ ഇവളിപ്പം പെട്ടെന്ന് തീരുമാനം മാറ്റിയെന്ന് അപ്പന് മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം പത്രക്കാരി ആവണമെന്നായിരുന്നു അവൾക്ക് ആഗ്രഹം. എന്തായാലും പിള്ളയെ നോക്കട്ടെ, നമുക്ക് പുറത്തുപോയി വരാമെന്നും പറഞ്ഞ് അപ്പനും അമ്മയും ഇറങ്ങുക. അത് കഴിയുമ്പോൾ മോളെ നോട്ടീസ് ബോർഡ് കാണിക്കുന്നുണ്ട്. അതിൽ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഈ ബോയ് ഫ്രണ്ട് സതേൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അവിടെ ചെന്ന് പഠിക്കണമെന്നാണ് ഇവളും ആഗ്രഹിക്കുന്നു. ഇങ്ങനെ അവളുടെ വിഷയം നിൽക്കെ ഇവിടെ മൂത്ത മോൻ, അവൻ പിള്ളേരെ കൂടെ ടെന്നീസ് കളിക്കാൻ പോവാന്നും പറഞ്ഞ് നേരെ വന്നിരിക്കുന്നത് വാടക കൊടുത്ത് ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്കാണ്. അവനൊരു ഗെയിം ഭ്രാന്തനാ. അവന്റെ ഗെയിമർ വേൾഡിൽ അവനൊരു പേരുമുണ്ട്, കിൽബോയ് എന്ന്. അത്യാവശ്യം നല്ല പേരെടുത്ത ഒരു കിൽബോയാണ് ചെറുക്കൻ. ഇത് കഴിയുമ്പോൾ അപ്പനും അമ്മയും അവർ ആനിവേഴ്സറി പ്രമാണിച്ച് റോളർ കോസ്റ്ററിൽ ഉരുണ്ട് കളിക്കാൻ വന്നിരിക്കുക. ഇങ്ങനെ ഇവർ എല്ലാ വർഷവും വരാറുണ്ട്. ആദ്യമായി ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. അതുകൊണ്ട് എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഈ ഫെസ്റ്റിവലിന് വരാറുണ്ട്. ഇപ്രാവശ്യം ഭാര്യ പറയും, നമ്മൾ ഇതന്നെയല്ലേ വർഷാവർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് കുറച്ചുകൂടെ സ്പോണ്ടേനിയസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടേനെ. അത് മാത്രമല്ല, ഈ നാട് വിട്ട് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, എവിടെയെങ്കിലും പുറത്തു പോകാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ പൂട്ടി വെച്ചിരിക്കുക. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, എന്ത് ചെയ്യാനാ, നമുക്ക് ജോലിയുണ്ട്, 2-3 പിള്ളേരായി, അതുകൊണ്ടാണ് ഈ സൈക്കിളിൽ കുടുങ്ങിപ്പോയത്. എന്തായാലും ഞാൻ ആലോചിക്കാം, നമുക്ക് അടുത്ത തവണ ഏതെങ്കിലും ഭംഗിയുള്ള സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാം. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യാം.
ഓക്കെ അല്ലേ എന്നും പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അവർ റോളർ കോസ്റ്ററിൽ തല കീഴായി ചുറ്റി എൻജോയ് ചെയ്യുകയാണ്. പിന്നെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഇപ്പൊ ഒരു ഉമ്മ വെക്കണം എന്നും പറഞ്ഞ് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർ ഉമ്മ വയ്ക്കാൻ തുടങ്ങും. ആ നേരം കുറച്ച് തൊട്ടിപ്പിള്ളേര് ഇവർ ഉമ്മ വയ്ക്കുന്ന സീൻ അവരുടെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോ, ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് മൂമെന്റാ, അതിനെന്തിനാ നിങ്ങൾ ഫോട്ടോ എടുത്ത് അത് ഡിലീറ്റ് ചെയ്തേക്കൂന്ന് പറഞ്ഞ് ആ പിള്ളേരുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ അവന്മാരാണെങ്കിൽ അവിടുത്തെ ലോക്കൽ പാർട്ടിയിലെ ഗുണ്ടാപ്പണി കാണിക്കുന്ന പിള്ളേരാ. അവർ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ച് അത് ഡിലീറ്റ് ചെയ്ത് നോക്കെന്ന് പറയാ. ഉടനെ ഹീറോയ്ക്ക് ദേഷ്യം വന്നു. അവനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇന്ന് മുരണ്ട് പിടിച്ച് ആ പിള്ളേരെ നോക്കുകയാണ്. ആർക്കും പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ. ഉടനെ ആ പിള്ളേര്, നീ എന്താടാ ഞങ്ങളെ തല്ലാൻ പോവാണോ, നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോയെന്നും ചോദിച്ചിട്ട് അവരെ കയ്യിലുള്ള ജ്യൂസ് ഹീറോയുടെ മണ്ടയിലേക്ക് ഒഴിക്കും. അപ്പൊ ഹീറോ ഒന്നും പറയാതെ ആ അപമാനവും സഹിച്ച് തിരിഞ്ഞു നടക്കുക. പോരാത്തതിനവന്മാര് ഭാര്യയും വേണ്ടാതിനം പറയുന്നുണ്ട്. അതും കേട്ടിട്ടും ഹീറോ മിണ്ടാതെ തിരിഞ്ഞാണ് പോവുക. ഇത് കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം ഭാര്യ പറയും, അവന്മാരുമായിട്ട് ഇടിയുണ്ടാക്കാത്തത് നന്നായി, അങ്ങനെ ഇടിക്കുന്ന ആളെ വേണമെങ്കിൽ ഞാൻ വല്ല റാംബോനെയും കല്യാണം കഴിച്ചാൻ, എനിക്ക് സമാധാന പ്രിയനെയാണ് ഇഷ്ടം, അതാണ് നല്ലതെന്നൊക്കെ ഭാര്യ പറയുന്നുണ്ട്. എന്നാലും തന്നെ അപമാനിച്ചുകൊണ്ട് രണ്ടിടി ആ പിള്ളേർക്ക് കൊടുക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സാധാരണ പെണ്ണിന്റെ ആഗ്രഹം. പക്ഷെ ഹീറോ അത് ചെയ്തില്ല. അവൻ വീട്ടിലേക്ക് വന്ന് തന്റെ ദേഷ്യമൊക്കെ കുളിച്ചു തീർക്കും. അത് കഴിഞ്ഞ് വൈകിട്ട്, ആനിവേഴ്സറി ആണല്ലോ, ചില ഘർഷണ സുഖമൊക്കെ വേണ്ടേ, അതിനുവേണ്ടി ഹീറോ ഭാര്യയെ കെട്ടിപ്പിടിച്ച്, നിനക്ക് വേണ്ടി ഞാൻ അവന്മാർക്ക് 2 ഇടി കൊടുത്താലോ, ഞാൻ ഇടിച്ചിരുന്നെങ്കിൽ ആ എല്ലാ പിള്ളേരെയും അടിച്ചു വീഴ്ത്തിയാൻ എന്ന് പറയുകയാണ്. അപ്പൊ ഭാര്യ ഉടനെ ചിരിക്കും, അതെ അതെ നിങ്ങൾ അടിച്ചു വീഴ്ത്തിയാനെ, എനിക്കത് അറിയാമായിരുന്നു, അതാലോചിച്ച് ഇനി വിഷമിക്കേണ്ട, നമുക്ക് കിടക്കാം, ഇന്ന് എനിക്ക് ക്ഷീണാന്നും പറഞ്ഞ് അവർ കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം ഭാര്യ ജിമ്മിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ ഒരു ട്രെയിനറും കൂടിയാണ് ഭാര്യ. അപ്പൊ ഈ ജിമ്മിൽ പുതുതായി ഒരു ഏഷ്യൻ പെണ്ണ് ചേർന്നിട്ടുണ്ട്. ഇവള് ദേഷ്യപ്പെട്ട് തൂക്കുസഞ്ചിയിൽ ഇടിക്കുന്ന കാണുമ്പോൾ ആ ഏഷ്യക്കാരി പെണ്ണ് ചോദിക്കുക, ആരോടാണ് ഇത്ര ദേഷ്യം, ഭർത്താവിനോടോ ബോയ്ഫ്രണ്ടിനോടോ? ഭാര്യ പറയും, എനിക്കൊരു ടീനേജ് മോളുണ്ട്, പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല, എന്ത് ചെയ്യാനാ, അടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഈ ബാഗിനിടിച്ച് ദേഷ്യം തീർക്കുന്നു. ഇങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞ് ആ ഏഷ്യക്കാരിക്ക് ഹീറോയിൻ കുറച്ച് ട്രെയിനിങ് കൊടുക്കുക. ഈ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ബാഗ് മിസ്സായി ആ പെണ്ണിന്റെ മോന്തയ്ക്കൊരു ഇടി കൊടുക്കും. അത് കഴിഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ച് അവർ കമ്പനിയായി ഇപ്പൊ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്ത് ഹീറോയിന്റെ കുടുംബത്തെ പറ്റി ആ ഏഷ്യക്കാരി ചോദിക്കും. ഹീറോയിൻ പറയാണ്, 3 കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, സൗമ്യനായ ഭർത്താവ്, പുള്ളിക്കാരന്റെ കൂടെ 10-18 വർഷമായിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നു. പക്ഷെ എന്തോ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം കോളേജ് സ്കൂൾ കാലഘട്ടത്തിൽ ഞാനൊരു അത്ലറ്റിക് ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അതിനൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ഭർത്താവ് ഒരു ഹോം ബോയ് ആണ്, ഹോം സിക്കാണ്. എനിക്ക് കുറേ ട്രാവലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളി വീട് വിട്ട് എങ്ങോട്ടും എന്നെ വിളിച്ചിട്ട് പോകുന്നില്ല. കുറച്ച് ലൈഫ് ബോറനായിട്ട് തോന്നുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേൾക്കുമ്പോൾ ഏഷ്യക്കാരി പറയും, അങ്ങനെ എന്തെങ്കിലും യാത്ര ചെയ്യാൻ തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാനൊരു ട്രാവൽസ് ആണ് നടത്തുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തു തരാം എന്നും പറഞ്ഞിട്ട് ആ പെണ്ണ് അവരെ കാർഡ് കൊടുത്തിട്ട് പോകും. ഈ സമയത്ത് ഹീറോ ഏതോ സൂപ്പർ മാർക്കറ്റിൽ കുഞ്ഞു പയ്യനുമായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ആഫ്രിക്കക്കാരൻ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അയാളെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്. ഇയാൾ ആ കത്തി കൊണ്ട് കുത്താൻ നോക്കുന്നു. ഈ കത്തിയെടുത്ത് കുഞ്ഞിന്റെ നേരെ വലിച്ചെറിയുന്നു. കുഞ്ഞ് ചോദിക്കുക, ഇത് എന്തുവാടാ ഇതെന്ന്. അപ്പോഴായിരിക്കും ഹീറോ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഫൈറ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഹീറോ ഒരു സാധാരണ കുടുംബസ്ഥനല്ല. ഇവൻ എവിടുന്നോ അടിയിടിയൊക്കെ പഠിച്ചിട്ടുണ്ട്. നല്ലൊരു മാസ്റ്റർ ഓഫ് ഫൈറ്റർ ആണ് പുള്ളിക്കാരൻ. ഈ ആഫ്രിക്കക്കാരനെ അടിക്കുന്ന കണ്ടിട്ട് അയൽക്കാരെ അമ്മച്ചി ചോദിക്കുകയാണ്, ഡാനിയൽ നീ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പൊ ഹീറോ പറയും, ഒന്നുമില്ല അമ്മച്ചി, ഇവൻ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുന്നു, ഞാനിതൊന്ന് സെറ്റിലാക്കിയിട്ട് വരാം, നിങ്ങൾ വിഷമിക്കണ്ട, ഇവിടെ ഒരു കുഴപ്പമില്ലാന്നും പറഞ്ഞ് ഹീറോ ആഫ്രിക്കക്കാരനെ അടിച്ച് ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വെച്ച് പെട്ടെന്ന് തന്റെ സാധനവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങും. സോറി, ചെറിയൊരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്തോളൂ എന്നും പറഞ്ഞ് കാറെടുത്ത് മിന്നൽ വേഗത്തിൽ വീട്ടിലേക്ക് വരിക. കാറ് വളഞ്ഞും തിരിഞ്ഞും ഡ്രിഫ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇതുവരെ ഹീറോ അങ്ങനെ വണ്ടി ഓടിച്ചിട്ടില്ല. മാത്രമല്ല അത് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം. അയൽക്കാരൊക്കെ ഞെട്ടിപ്പോവും, ഇവൻ എന്താ ഈ കാണിക്കണേന്നറിയാതെ. ഹീറോ വീട്ടിലേക്ക് ഓടി വന്ന് സ്റ്റെയർ കേസിന് അടിയിലുള്ള ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു ബട്ടൺ അമർത്താണ്. അപ്പോ ഒരു ഹിഡൻ സ്റ്റോറേജിൽ നിന്ന് 1-2 തോക്കുകളും പണവും കുറച്ച് ഡോക്യുമെന്റ്സും ഒക്കെ കിട്ടും. ഇതണ്ണൻ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം എടുത്തിട്ട് ഉടനെ പഴയ ഏതോ ഒരു കൂട്ടുകാരനെ വിളിക്കുക. കാണാൻ പാകിസ്ഥാനിനെ പോലെ ഉണ്ട്. വിളിച്ച ഉടനെ അവൻ ചോദിക്കുക, നിനക്കെപ്പോഴും ജീവനുണ്ടോന്നാണ്. അതിന് ഹീറോ പറയും, എനിക്ക് ജീവനുണ്ട്, ഞാൻ കാരണം പുതിയ 3 ജീവനുണ്ടായിട്ടുണ്ട്, അതാണിപ്പോൾ കുഴപ്പം. എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണം. ഞാൻ നാട് വിട്ട് വേറെ രാജ്യത്തേക്ക് പറക്കാൻ പോവാ എൻ്റെ കുടുംബമായിട്ട്. എനിക്ക് പുതിയ പേരുകളിലുള്ള 4 പാസ്പോർട്ട് വേണ്ടി വരും. നീ അതെങ്ങനെയെങ്കിലും റെഡിയാക്കി ലാസ് വേഗാസിലേക്ക് വായോ, ഞാൻ ഭാര്യനെയും വിളിച്ചിട്ട് അങ്ങോട്ട് വരാം. ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, മക്കാഫ്രി നിന്നെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു, കൈ കെട്ടി അയാൾ കൊന്നുകളയും. അതിന് ഹീറോ, അവൻ ഞാൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയായിരിക്കും. എന്തായാലും അവൻ്റെ പടയുമായിട്ട് എത്രയും പെട്ടെന്ന് എന്നെ തേടി പിടിക്കാൻ വരും. ഞാൻ ഭാര്യയോട് ട്രിപ്പിന് പോകാമെന്നും പറഞ്ഞ് അവളെ ലാസ് വേഗാസിലേക്ക് വിളിച്ചുകൊണ്ട് വരാം. നീ പാസ്പോർട്ടുമായിട്ട് അങ്ങോട്ട് വന്നോളൂ, നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം
കണ്ടുമുട്ടാം, നിനക്ക് വേണ്ട പണവും തരാമെന്ന് പറഞ്ഞ് ഹീറോ അയാളെ ആ ആഘോഷത്തിന്റെ സിറ്റിയിലേക്ക് വരാൻ പറയുകയാണ്. അത് കഴിഞ്ഞ് പിള്ളേരും ഭാര്യയും എവിടെയാണെന്നുള്ളത് ടൈം ടേബിൾ നോക്കി മനസ്സിലാക്കും. എന്നിട്ട് നേരെ പിള്ളേര് പഠിക്കുന്ന സ്കൂളിലേക്ക് വരുന്നു. അവിടെ ജേർണലിസം ക്ലാസ് ആണ് നടക്കുന്നത്. എന്നാൽ മോൾ ആ ക്ലാസ്സിലില്ല. മോൾ എവിടെ പോയും ചോദിക്കുമ്പം അവൾ എപ്പോഴേ എഡിറ്റർ പരിപാടിയൊക്കെ നിർത്തി ഇപ്പൊ ഫ്രീ പാകിസ്ഥാൻ എന്നും പറഞ്ഞ് ഒരു സ്വതന്ത്ര കക്ഷി ഉണ്ടാക്കി അതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കുകയാണ് അവളിപ്പോൾ എവിടെയാണ് ഉണ്ടാവാന്ന്. അപ്പൊ അവിടെ ഇരിക്കുന്ന പെൺകുട്ടി പറയും, എനിക്കറിയില്ല, അറിയുമെങ്കിലും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം ഞാനൊരു ജേർണലിസ്റ്റാണ്, സ്വതന്ത്രമായ ജേർണലിസ്റ്റ്. ഞാൻ ആർക്കും വിലയ്ക്ക് പോവില്ല, ഞാൻ പണത്തിന് കീഴ്പ്പെട്ടവളല്ല. ഉടനെ ഹീറോ ഒരു $100 എടുത്ത് കാണിക്കും. ഇന്ന് ചെലവിന് ഈ പണം വെച്ചോ, എന്നിട്ട് മോൾ എവിടെയാണെന്ന് പറയുന്നു പറയും. ഉടനെ പെൺകുട്ടി പറയാ അവൾ ആ ബ്ലീച്ചേഴ്സിന് അടിയിലുണ്ടാവും, അവിടെ ചെന്നാൽ കാണാമെന്ന്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം വാർത്തകൾ കൊടുക്കുന്ന റിപ്പോർട്ടർമാരും എഡിറ്റർമാരും $100 കൊടുത്ത ഏത് വശത്തേക്കും തിരിയുന്ന ടീംസാണ്. അവർ പറയുന്ന ഒന്നും നമ്പണ്ടാന്ന്. ഇതെല്ലാ രാജ്യത്തും ഇങ്ങനെ തന്നെയാണ്, ചോദിച്ചാൽ അവരുടെ ഫ്രീഡം ആണെന്ന് പറയും. ശരി, എന്തായാലും മേൽക്കൂരയുടെ അടിയെന്ന് അപ്പം മോളെ കണ്ടുപിടിച്ചു. നീ എന്താണ് ഇപ്പൊ ജേർണലിസം പഠിക്കാൻ പോകാത്ത? നല്ലൊരു എഡിറ്റർ ആയിരുന്നല്ലോ, എന്നിട്ട് ഇപ്പം എന്തിനാ അത് ക്വിറ്റ് ചെയ്തെന്ന് ചോദിക്കുക. ഉടനെ മോള് പറയും, ഞാനിപ്പോൾ എന്ത് ചെയ്താൽ എന്താ, അപ്പൻ്റെ എഡിറ്റോറിയലൊന്നും വായിക്കാറില്ലല്ലോ, അപ്പനത് ഇഷ്ടമല്ലല്ലോ. ഉടനെ ഹീറോ, ആര് പറഞ്ഞു വായിക്കാറില്ലെന്ന്? ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്. ഞാനും അമ്മയും ചേട്ടനും എല്ലാവരും വായിക്കാറുണ്ട്, നിന്നോട് പറയാറില്ല എന്നേ ഉള്ളൂ. അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് നിനക്ക് കഴിവുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ നീ നല്ലൊരു എഡിറ്റർ ആവണമെന്ന് ആഗ്രഹിച്ചത്. ശരി, അതൊക്കെ പോട്ടെ, നമുക്കിപ്പോൾ അർജന്റായിട്ടൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. നിന്റെ ചേട്ടൻ എവിടെയാണ്? അവൻ ചെസ് ക്ലബ്ബിലല്ലേ? ഇത് കേട്ടിട്ട് മോള് പറയും, അവൻ ചെസ് ക്ലബ്ബിലല്ല, മറ്റൊരു സ്ഥലത്താ. അതും അപ്പൻ അറിയില്ലാന്ന്. നേരെ മോള് അപ്പനെ മോൻ വാടക കൊടുത്ത് ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. അവനെയും കൂടെ കൊടുക്കാന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഉള്ള സ്ഥലം പറഞ്ഞു കൊടുത്തത്. ഹീറോ ചെല്ലുമ്പം വളരെ ഡീസൻ്റ് ആയിട്ട് മകൻ ഇറങ്ങി വരുന്നു. ഇന്ന് ചെസ് ക്ലബ്ബ് ലീവാണ്, അതുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണെന്ന് അവൻ പറയും. ഹീറോ ആ വീടിനകത്തേക്ക് നോക്കുമ്പം അവിടെ വലിയൊരു ഗെയിമിംഗ് സെറ്റപ്പ്. ഇവൻ ഇപ്പോഴും അത് വിട്ടിട്ടില്ല. ഇനി ഒരു അക്ഷരം നീ മിണ്ടണ്ട, നേരെ വണ്ടി കയറുന്നും പറഞ്ഞ് അവരെയും വണ്ടി കയറ്റിയിട്ട് ഹീറോ ഭാര്യയുടെ അടുത്തേക്ക് പോവാ. മക്കൾ ചോദിക്കും, അപ്പം ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകണേ? അപ്പം പറയും, വലിയൊരു സർപ്രൈസ് ഉണ്ട്, നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാ. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്താ, പക്ഷെ നിങ്ങൾക്കത് ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇത് തന്നെ ഹീറോ ഭാര്യനെയും കണ്ടിട്ട് പറയും. ഉടനെ ഭാര്യ, നിങ്ങൾക്ക് ഭ്രാന്തായോ? ശരിക്കും ഭ്രാന്തായോ? ഇത്രയും സ്പോണ്ടേനിയസ് ആയിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പെട്ടെന്ന് പോകുക, അതും വേഗാസിലേക്ക്. ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ഹീറോ, പിള്ളേര് രണ്ടുപേരും തയ്യാറാ, അവർ നല്ല എനർജി ആയിട്ട് വന്നിട്ടുണ്ട്, എന്തിനാ നമ്മൾ മുടക്കുന്നത്? മാത്രമല്ല വേഗാസിൽ അഡേലിന്റെ ഒരു ഗാനമേള നടക്കുന്നുണ്ട്, പെട്ടെന്ന് പോയാലേ ആ ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. അതിന് ഭാര്യ പറയും, ഞാൻ വീട്ടിൽ നിന്ന് ഒരു സാധനങ്ങൾ എടുത്തിട്ടില്ല, കൊച്ചിന് വേണ്ട സാധനങ്ങൾ പോലും പാക്ക് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഇറങ്ങി വരാനാ? ഹീറോ, ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു, ടിഷ്യൂ മുതൽ മൂക്കുപൊടി വരെ എല്ലാം നമ്മുടെ വണ്ടിയിലുണ്ട്, ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇതൊരു വലിയ മൂമെന്റ് ആയിക്കോട്ടെ നമ്മുടെ ലൈഫിൽ, ഒരു സർപ്രൈസ് മൂമെന്റ്. ഇനി ഒന്നും പറയണ്ട, നമ്മൾ ഇപ്പൊ തന്നെ പോവുകയാണെന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും. പുള്ളി ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും പലതും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെയും വിളിച്ച് ഹീറോ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഹീറോയെ കാത്ത് വില്ലന്മാരൊരു കാറുമായിട്ട് പുറത്തു നിൽപ്പുണ്ട്. ഇവരെ കാണാതെ അവരെ പറ്റിച്ച ഹീറോ വണ്ടി വളച്ച് തിരിച്ച് ഒരു തെരുവിക്കൂടെ ഓടിച്ച് രക്ഷപ്പെടുക. ഇത്രയും വേഗത്തിൽ പോകുന്ന കാണുമ്പം ഭാര്യയും പിള്ളേരും ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ റാഷ് ഡ്രൈവ് ചെയ്യണേന്ന്. ഹീറോ പറയും, ഒരു അണ്ണാൻ കുറുകെ ചാടി, അതുകൊണ്ടാണ് എനിക്ക് വേഗത്തിൽ ഓടിക്കേണ്ടി വന്നതെന്ന്. ഇവൻ ഏത് വഴി ഓടിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് മനസ്സിലാവുക ഹീറോയുടെ വണ്ടിയിൽ ഇവന്മാരൊരു ട്രാക്കിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ട്, വില്ലന്മാർ. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ആ ഡിവൈസ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഹീറോ വണ്ടി നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നു. കുടുംബം ചോദിക്കുമ്പം ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ, അതുകൊണ്ട് ഓയിലൊന്നും മാറ്റാനുണ്ടെന്നും പറഞ്ഞ് ഈ ഡിവൈസ് അവിടെ നിന്ന് എടുത്തു മാറ്റും. എന്നിട്ട് നേരെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരു വേഗത ഓട്ടക്കാരൻ്റെ വണ്ടിയിലേക്ക് ഈ ഡിവൈസ് കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട്, പെട്ടെന്ന് ഓടിച്ചു പോയിക്കോ, അല്ലെങ്കിൽ ടിക്കറ്റ് തരാൻ പോലീസുകാർ പുറകെ വരുന്നുണ്ടെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിച്ചു വിടാം. സോ ഈ വില്ലന്മാർ നോക്കുമ്പോൾ വണ്ടി ഏതോ വഴിയെ വേഗത്തിൽ പോകുന്നുണ്ട്. അവരതിനെ പിടിക്കാൻ വേണ്ടി ആ വഴിയെ പോകും. ആ സമയത്ത് ഹീറോ തൻ്റെ വണ്ടി താഴെ ഇറക്കി, നമുക്കിപ്പോൾ പോവാം, വണ്ടിയിലെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നും പറഞ്ഞ് അവരെയും വിളിച്ച് നേരെ വീഗാസിന്റെ വഴിയിലൂടെ പോവാണ്. ഈ സമയത്ത് ഭാര്യയും പിള്ളേരും അവരെ ട്രിപ്പൊക്കെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഫോട്ടോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാൻ പോവാ. ഇത് കാണുമ്പോൾ ഹീറോ പറയും, നമ്മൾ ട്രിപ്പ് പോകുന്ന ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു പ്രൈവറ്റ് ട്രിപ്പ് അല്ലേ, മാത്രമല്ല ഫ്രീ ഡിവൈസ് വെക്കേഷനാണ്, ഡിവൈസുകളൊന്നും ഉപയോഗിക്കാത്ത വെക്കേഷനാണ്, അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മൊബൈലൊക്കെ എൻ്റെ കയ്യിലേക്ക് ഇതാണെന്നും പറഞ്ഞ് വാങ്ങിച്ചിട്ട് എല്ലാ മൊബൈലും കൂടെ ആറ്റിലേക്ക് വലിച്ചെറിയും. ഇവരൊക്കെ ഞെട്ടിപ്പോയി, ഇയാൾക്കെന്താ ഭ്രാന്ത, അപ്പന് ശരിക്കും മൂത്തു, ഇയാൾ മൊത്തം ഭ്രാന്തനായി എന്ന് പറയും ഭാര്യ. അപ്പൊ ഹീറോ, മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിക്കില്ല, അതിൽ നോക്കി കുത്തിക്കൊണ്ടിരിക്കും, അത് വേണ്ട, നിങ്ങൾക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ പുതിയൊരു മൊബൈൽ വാങ്ങിച്ചു തരാമെന്ന് പറയുകയാണ്. അപ്പൊ ഭാര്യ ചോദിക്കും, ട്രിപ്പ് കഴിഞ്ഞിട്ട് പുതിയ മൊബൈൽ വാങ്ങിക്കാം, പക്ഷെ ഇപ്പോ നമ്മൾ പോകേണ്ട സ്ഥലം എങ്ങനെ മനസ്സിലാക്കുക? എല്ലാം മൊബൈലിലല്ലേ ഉള്ളത്, പോകേണ്ട വഴിയെങ്കിലും അറിയണ്ടേ, അതിന് മാപ്പ് വേണ്ടേ, അതെങ്ങനെ കിട്ടും? ഉടനെ ഹീറോ, നമുക്കൊരു റിയൽ മാപ്പ് വാങ്ങിക്കാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അതിവിടെ വണ്ടി കടയിൽ കിട്ടുമെന്നും പറഞ്ഞ് ഏതോ ഒരു വണ്ടി അസോസിയേഷന്റെ കടയിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ ആളോട് വേഗാസിലേക്കുള്ള മാപ്പ് വേണമെന്ന് പറയും. പുള്ളിക്കാരൻ പൊടിയും തട്ടി മാപ്പ് എടുത്ത് കൊടുക്കുന്നു. ഈ കാലഘട്ടത്തൊന്നും ഇതാരും ഉപയോഗിക്കാറില്ല,
എന്തായാലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ തരാണ്, എനിക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വേണം, ഇവിടെ റിപ്പോർട്ട് എഴുതാനുണ്ടെന്ന് പറയും. ഹീറോ ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ അവന്റെ ലൊക്കേഷൻ വില്ലന്മാർ ട്രാക്ക് ചെയ്യും. സോ പൈസ കാണിച്ച് ഇവിടുത്തെ അസോസിയേറ്റിനെ വീഴ്ത്തി ആ മാപ്പ് വാങ്ങിച്ച് ഇവർ പോവുക, പാട്ടൊക്കെ വെച്ച് സന്തോഷത്തോടെ പോവാണ്. ഈ സമയത്ത് മെയിൻ വില്ലൻ ഹീറോയുടെ വീട്ടിലേക്ക് എത്തിപ്പെട്ടു. അയാൾക്ക് ഹീറോയുടെ കുടുംബ ഫോട്ടോ ഒന്നും ഇഷ്ടമായില്ല. അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചോ എന്ന് ഇവർ IT ഗൈയോട് വില്ലൻ ചോദിക്കുക. പക്ഷെ ലൊക്കേഷൻ അയാൾക്ക് ഇത്രയും നേരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഹീറോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടില്ല, പുതിയ സംഭവങ്ങളൊന്നും മൊബൈലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല, മൊബൈൽ ഏതോ ആറ്റി കിടക്കാണ്. ടെക്നോളജിയുമായിട്ട് ഹീറോയ്ക്ക് ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇത് കേട്ട മെയിൻ വില്ലൻ പറയും, എന്നാ അവൻ സഞ്ചരിച്ചു പോയ ആ മിനി വാൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. അവൻ എന്തായാലും കുടുംബമായിട്ട് ആ വാൻ മാറ്റാനുള്ള സാധ്യതയില്ല, എല്ലാ റോഡുകളും ചെക്ക് ചെയ്യും, അപ്പോൾ ആ വാൻ കണ്ടുപിടിക്കാന്ന് പറയും. ഈ നേരത്ത് ഹീറോയുടെ കുടുംബം രാത്രി ആയതുകൊണ്ട് ഏതെങ്കിലും ലോഡ്ജിൽ താമസിക്കാൻ വേണ്ടി ഒരു ലോഡ്ജിലേക്ക് എത്തി. അപ്പോഴാണ് ഈ മൂത്ത മകനെ, അതേ ടീനേജ് പ്രായമുള്ള ആ നാട്ടിലെ ഒരു പെൺകുട്ടി മനസ്സിലാക്കുന്നത്. അവൻ ഗെയിം കളിക്കുന്നതിൽ ഫേമസ് ആയിട്ടുള്ള കിൽ ബോയ് അല്ലേ, അതുകൊണ്ട് ഒരു ചെറിയ സെലിബ്രിറ്റിയാണ്. സോ ഈ പെൺകുട്ടി വന്ന് എനിക്കൊരു ഫോട്ടോ തരുമോ എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ആ നേരത്ത് ഹീറോ ഇനിയും ഒരുപാട് സമയം താൻ പഴയൊരു അസാസിനായിരുന്നു എന്നുള്ള കാര്യം കുടുംബത്തോട് മറച്ചു വയ്ക്കാൻ പറ്റില്ല. അത് ഭാര്യയോടെങ്കിലും പറയണം. അതെങ്ങനെയാ പറയാന്നറിയാതെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്തായാലും അവിടെ ഒരു റൂമും കിട്ടിയിട്ടുണ്ട്. ഈ റൂമിൽ വെച്ച് പറയാനായിരിക്കും ഹീറോ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിള്ളേരടുത്തേക്ക് വരുമ്പം ഈ പെൺകുട്ടി മകന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് കാണുമ്പോൾ ഹീറോ ചോദിക്കുകയാണ്, ആ പെണ്ണെന്തിനാണ് മോന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന്. മോള് പറയും, ഇവൻ വലിയ ഗെയിമർ അല്ലേ, അതുകൊണ്ട് ആ പെൺകുട്ടി കൂടെ നിന്ന് ഫോട്ടോ എടുത്താണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ. ഇത് കേൾക്കുമ്പോൾ ഹീറോ, ഇവിടെ റൂമൊന്നും കിട്ടിയിട്ടില്ല, നമുക്ക് നേരെ ഈ രാത്രി തന്നെ ആ സിറ്റിയിലേക്ക് വിടാമെന്നും പറഞ്ഞ് കുടുംബത്തെയും വിളിച്ച് ഉറങ്ങാതെ കൊള്ളാതെ വണ്ടി ഓടിച്ച് ഇവർ ആ ലൊക്കേഷനിലേക്ക് പോവാണ്. സംഭവം ഇന്ന് രാത്രി അവിടെ താമസിച്ചാൽ മറ്റേ പെൺകുട്ടി സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തില്ലേ, അത് കണ്ടുപിടിച്ച് വില്ലന്മാർ വന്നാലോ, അതുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ പോകുന്ന വഴിയെ ഈ കാറിനെ ട്രാക്ക് ചെയ്ത് 2-3 വില്ലന്മാരുടെ റൗഡികൾക്ക് അവർ മെയിൻ റോഡ് വഴിയാണ്, വേഗാസിന്റെ വഴിയിലാണ് പോണേന്ന് മനസ്സിലായി. ഇവന്മാര് ബൈക്കും എടുത്ത് വരികയാണ് ഹീറോയെ വട്ടോട്ട് പിടിക്കാൻ വേണ്ടി. ആ നേരത്ത് കുടുംബം ഉറക്കത്തിലായതുകൊണ്ട് ഹീറോ ഗണ്ണെടുത്ത് സൈലൻസറും ഫിറ്റ് ചെയ്ത് ഈ റൗഡികളുടെ ബൈക്കെല്ലാം വെടിവെച്ച് വീഴ്ത്തും. അവസാനത്തെ ഒരു ബൈക്കുകാരൻ മാത്രം വന്ന് ഹീറോയെ ഇടിച്ച് വീഴുമ്പോൾ വലിയൊരു ശബ്ദം ഉണ്ടാകുന്നുണ്ട്. അത് കേട്ട് ഭാര്യ എഴുന്നേൽക്കുക, എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ഹീറോ പറയും, റോഡിൽ വലിയൊരു കുഴി ഉണ്ടായിരുന്നു, അതിലൊന്ന് കാർ കയറിയതാ. അത് കഴിഞ്ഞ് വീണ്ടും ഭാര്യ കിടന്നുറങ്ങുന്നു. കണ്ണ് തുറക്കുമ്പോൾ ഇവരേതോ ദൂരെയുള്ള സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വേഗാസിലേക്ക് പോകാൻ കുറച്ച് ദൂരമുള്ളൂ. ലോവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് കണ്ടിട്ട് ഭാര്യ ചോദിക്കുക, രാത്രി മുഴുവൻ നിങ്ങൾ ഡ്രൈവ് ചെയ്തോന്ന്. ഹീറോ പറയും, അത് പിന്നെ കാർ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, പിന്നെ ഒന്നും നോക്കിയില്ല, ചവിട്ടി വിട്ടു ഇങ്ങ് പോന്നു. ആ നേരത്താണ് മോൾ എഴുന്നേറ്റിട്ട്, നമ്മളിപ്പോൾ ലോവ എത്തിയ സ്ഥിതിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ളൂ SIU യൂണിവേഴ്സിറ്റിക്ക്, എനിക്ക് അവിടെ പഠിക്കണമെന്നാണല്ലോ ആഗ്രഹം, നമുക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ. ശരി, മോളുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പനും അമ്മയും കുടുംബത്തെയും കൂട്ടി ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. അതെല്ലാം അവർ ചുറ്റിക്കാണും. പുതിയ അഡ്മിഷന് വേണ്ടി ഒരുപാട് പാരൻസും കുട്ടികളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഈ വന്നവരെ വെച്ചുള്ള ഒരു ഒളിമ്പിക് ഇവന്റ് അവിടുത്തെ പിള്ളേര് നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കാൻ ധൈര്യമുണ്ടോന്ന് ഹീറോയിനോട് ചോദിക്കും. ഹീറോയിനാണെങ്കിൽ പഴയ അത്ലറ്റ് അല്ലേ, അവര് ഞാൻ അമ്മയാണെങ്കിൽ എന്താ ഇപ്പോഴും പഴയതുപോലെ ഫിറ്റാണെന്നും പറഞ്ഞ് കുറ്റിയിലൊക്കെ വലിഞ്ഞു കയറി തല കീഴായിട്ട് നിൽക്കും. ഇത് കാണുമ്പോഴാണ് പിള്ളേർക്ക് മനസ്സിലാവുന്നത്, അമ്മ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, പഴയൊരു ജിംനാസ്റ്റിക് ലേഡിയാണ്. അപ്പൻ മക്കളോട്, നിങ്ങൾ തനിയെ പിരിഞ്ഞു പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്ക്, ഞങ്ങൾ ഇവിടുത്തെ മാഷുമാരെയൊക്കെ കണ്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് ഇവർ 2 വഴിയെ പിരിഞ്ഞു പോവാ. അങ്ങനെ പോകുന്ന സമയത്ത് മൂത്ത മോൻ അനിയത്തിയോട് പറയും, നീ ആ എസ്തറ്റിക് ചെറുക്കനോട് മിണ്ടുന്നവരെ നിനക്ക് നല്ല സ്വഭാവമായിരുന്നു, പക്ഷെ അവനോട് കൂട്ടുകൂടിയ പിന്നെ ഒരു മെനകെട്ട പെണ്ണായി മാറിയിട്ടുണ്ട്, ചുറ്റുമുള്ളൊന്നും മനസ്സിലാക്കുന്നില്ല, മാത്രമല്ല നിന്റെ എഴുത്തിലുള്ള കഴിവ് അത് നീ മടക്കി വെച്ചിരിക്കുക, ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല, അതത്ര നല്ലതല്ല, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയും. ഈ അനിയത്തി അപ്പം അത് കാര്യമാക്കി എടുക്കുന്നില്ല. ആ നേരത്ത് ഹീറോയും ഭാര്യയും മറ്റെന്തോ ഇവന്റുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ ഒരു ഗോൾഡ് ചെയിനിട്ട മനുഷ്യൻ, അയാൾ ഈ പാരന്റ്സ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് വന്ന് ചേർന്നിരിക്കുന്നത്. പുള്ളിയെ കാണുമ്പോൾ ഹീറോയ്ക്ക് സംശയമാവും. നിങ്ങൾ ആർക്ക് വേണ്ടിയാ വന്നിരിക്കണമെന്ന് അയാളോട് ചോദിക്കുമ്പോൾ പുള്ളിക്ക് ഒരു മോളുണ്ടത്രേ, അയാളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആളൊരു ജർമ്മൻകാരനാണ്. പുള്ളിയുടെ നിപ്പും നോട്ടവും കണ്ടപ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ഇവൻ ഹീറോയെ വേവ് നോക്കാൻ വന്നാണ്. സോ ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിന്റെ പെട്ടിക്കകത്തെന്താ അത് തുറന്നു കാണിക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. പുള്ളിക്കാരൻ പെട്ടി തുറന്നു കാണിക്കും. അതിനകത്ത് കുറച്ച് ചോളത്തിന്റെ വിത്തുകളാണുള്ളത്. സോ ആള് ശരിക്കും ഒരു ചോളപ്പൊരി കച്ചവടക്കാരനാ. വെറുതെ പുള്ളിയെ സംശയിച്ചു. പെട്ടെന്നായിരിക്കും ഒരു മൊട്ട തോക്കും എടുത്തു വന്ന് ഹീറോയെ വെടിവെക്കാൻ നോക്കുന്നു. സോ വില്ലന്മാര് ഈ സ്ഥലവും കണ്ടുപിടിച്ച് വന്നിരിക്കുന്നു. ഹീറോ ആ മൊട്ടയുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ലാബിനകത്ത് കയറും. പുള്ളി അതിനകത്തും വരുന്നുണ്ട്. ഒളിച്ചിരുന്ന് അവനെ വലിച്ചെടുത്തിട്ട് അടിച്ച് ആ ലാബ് മൊത്തം നശിപ്പിച്ചിട്ട് ഹീറോ പുറത്തേക്ക് ഇറങ്ങി വരിക.
ഉടനെ കുടുംബമായിട്ട് ഇവിടുന്ന് വിട്ടുപോകണമെന്ന് പറയും. എന്നാൽ മോളെ കാണുന്നില്ല. മോൾ എവിടെ പോയി ചോദിക്കുമ്പോൾ അവൾ കാമുകനെ കാണാൻ വേണ്ടി പോയിരിക്കുക. ഒരു എസ്തറ്റിക് മുടിയൻ. ഈ കാമുകന്റെ ഡോറ് മുട്ടുമ്പോൾ അവനൊരു അര തുണി ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ഉള്ളിൽ അതേ കോലത്തി മറ്റൊരു പെൺകുട്ടിയും നിൽപ്പുണ്ടാവും. സോ മോൾക്ക് മനസ്സിലായി ഇവനിങ്ങനെ ഒളിച്ചിരിഞ്ഞ് ചതിക്കുകയാണെന്നുള്ളത്. നീ ഒരു നാറിയാടാന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവാ. അപ്പൊ ആ കാമുകൻ പറയും, മോണോഗമി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സിവിലൈസേഷനിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഹിസ്റ്ററിയാണ്. അത് തുടരുന്നോണ്ട് തെറ്റൊന്നുമില്ല. ഇത് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള നീഡാണ്. ഇങ്ങനെയൊക്കെ ഇപ്പൊ യൂട്യൂബിൽ പറയുന്നില്ലേ കുറെ പ്രബുദ്ധ ഉത്തളന്മാര്. അതിൽപ്പെട്ട ഒരു കിണ്ടോമളനാണ് ഇവളാ പഴയ കാമുകൻ. പെണ്ണ് കരഞ്ഞുകൊണ്ട് തിരിച്ചോടി വരുന്നു. എന്താ പറ്റിയെന്ന് അപ്പൻ ചോദിക്കുമ്പോൾ അവൻ മോണോഗമിയെ കുറിച്ച് പ്രസംഗിക്കാൻ നാറി എന്നെ ചതിച്ചു എന്ന് പറയും. ഉടനെ അപ്പൻ, ഞാൻ നിന്നെ ഉപദേശിക്കാനൊന്നും പോകുന്നില്ല, ഉപദേശം നിനക്ക് ഇഷ്ടമല്ലെന്നറിയാം, പക്ഷെ ഒരു ട്രിക്ക് പറഞ്ഞുതരട്ടെ. കുംഫു കരാട്ടയിൽ ക്യോഷോ ജിത്സു എന്ന് പറഞ്ഞൊരു മർമ്മപ്രയോഗവും പിടിച്ചാൽ അവൻ അനങ്ങില്ല. അതെവിടെയാണെന്ന് ഞാൻ വേണമെങ്കിൽ നിനക്ക് പറഞ്ഞുതരാം. ഇത് കേട്ടുടനെ മോള് കരച്ചിൽ നിർത്തി ചാടി എഴുന്നേറ്റ് ആ പ്രയോഗം പഠിച്ചിട്ട് നേരെ കാമുകന്റെ അടുത്തേക്ക് പോവാം. ഒന്നും മിണ്ടൂല. അവൻ കൈ നീട്ടുമ്പം കയ്യിലെ മർമ്മം നോക്കി ഒരു പിടുത്തം കൊടുത്ത് അവൻ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഫ്ലോറിൽ തള്ളിയിട്ട് നീ ഒരു പരമ്പരാഗത നാറിയാന്നും പറഞ്ഞ് തെറി വിളിച്ച് അവിടുന്ന് ഇറങ്ങി വരികയാണ് സന്തോഷത്തോടെ. ഇപ്പൊ പെണ്ണ് ഹാപ്പിയായി. അത് കഴിഞ്ഞ് അവർ വീണ്ടും വണ്ടിയെടുത്ത് വേഗാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി മോനൊരു പാക്കറ്റിൽ കാറ്റൂതി പൊട്ടിച്ചാളി. പെട്ടെന്ന് വെടി പൊട്ടിയതാണെന്നും പറഞ്ഞ് ഹീറോ പേടിക്കുമ്പോൾ കുടുംബമൊക്കെ ഹീറോയെ കളിയാക്കുക. ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പേടിക്കുക നിന്റെ അപ്പൻ ഇത്ര പേടിത്തൂറിയാണല്ലോ എന്നും പറഞ്ഞു. അത് കഴിയുമ്പം ഹീറോ മോൾക്കൊരു അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നിന്റെ എഡിറ്റോറിയലെല്ലാം വളരെ ഭംഗിയുള്ളതാണ്. നീ കാമുകനെയൊക്കെ ദൂരെ കളഞ്ഞ് നല്ലൊരു ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി പഠിക്കും. നിനക്കതിൽ കഴിവുണ്ട്. അപ്പന് നിന്നെ വിശ്വാസമുണ്ട്. നിനക്കിഷ്ടമുള്ളതല്ലേ, മറ്റാർക്കു വേണ്ടിയും അത് ഒഴിവാക്കി കളയണ്ട. ഇങ്ങനെ സംസാരിച്ചവര് അടുത്ത സിറ്റിയിലേക്ക് എത്തി. രാത്രി ഇനി അവിടെയാണ് കഴിയേണ്ടത്. കുറച്ചു നാളായി ഭാര്യയുമായി സങ്കോൽപദത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഹീറോ ഭാര്യയെ പൊക്കിയെടുത്തുകൊണ്ട് പോയി അവര് തമ്മിൽ തൊട്ടാപ്പിടുത്തം കളിക്കുക. അന്ന് രാത്രിയിലെ ഹീറോയുടെ പ്രകടനം അത് ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു അസാമാന്യ ശക്തി ഉപയോഗിച്ചിട്ടായിരുന്നു. ഭാര്യയ്ക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആകെ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഹീറോ പറയും, നിന്റെ സ്നേഹം എനിക്ക് മതിയായില്ല, അത് ഇനിയും കൂടുതൽ എനിക്ക് വേണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അറിയാതെ സംഭവിച്ചു പോകുന്ന. അങ്ങനെ പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ തൻ്റെ പുരാതന കഥ എങ്ങനെയെങ്കിലും ഭാര്യയോട് അവതരിപ്പിക്കണമെന്നുണ്ട്. അതിനുവേണ്ടി ഹീറോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്നായിരിക്കും മോൻ വരുന്നത്. മോൻ വന്നിട്ട് എനിക്കൊരു നല്ല ഗെയിമർ ആവണം, അപ്പൻ അതിനെ എതിർക്കാൻ പാടില്ലെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അപ്പൻ, നീ റിയൽ ആയിട്ടുള്ള ഏതെങ്കിലും ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം കിൽ ബോയ് എന്നും പറഞ്ഞ് കമ്പ്യൂട്ടർ ഗെയിമിന് പുറകെ പോയിട്ട് അതിൽ ജീവിതം ഉണ്ടാവോ? നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് പേടിയെന്ന് പറയും. ഉടനെ മോൻ, അതിൽ ഉറപ്പായിട്ടും ജീവിതം ഉണ്ടാവും. എനിക്ക് ടെന്നീസ് കളിക്കാനോ ബേസ്ബോൾ കളിക്കാനോ അറിയില്ല, പക്ഷെ ഞാൻ നല്ലൊരു ഗെയിമറാണ്, വീഡിയോ ഗെയിമറാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്കൊക്കെ എന്നെ ഇഷ്ടമുള്ളത്. അപ്പൻ അറിയാത്ത വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്തൊരു ഗെയിം സെന്റർ ഉണ്ട്. ആ സെന്ററിൽ ചെന്ന് അപ്പനും ഞാനും പരസ്പരം കളിക്കാം. ഒരു റിയൽ തോക്ക് പോലത്തെ തോക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു കോമ്പാറ്റാണ്. നമ്മുടെ നാട്ടിൽ അത് അധികം പ്രവർത്തിച്ച് വരുന്നില്ല. ഇനി ഭാവിയിൽ വരുമായിരിക്കും. ഇവർക്കൊരു ബാറ്റിൽ ഫീൽഡൊക്കെ കൊടുക്കും. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം. പരസ്പരം ഷൂട്ട് ചെയ്ത് ആരാണോ മറ്റൊരാളെ തോൽപ്പിക്കുന്നത് അയാൾ ജയിക്കും. ക്യാരം ബോർഡ് പോലെ ഒരു റൗണ്ട് ഉണ്ട്. ഇതിലേക്ക് എന്തായാലും മോൻ അപ്പനെ വിളിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് രണ്ടുപേരും ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്യുക. അതിൽ ആദ്യത്തെ 2 തവണയും അപ്പനായിരിക്കും കറക്റ്റായി ഇവനെ മറഞ്ഞിരുന്ന് ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. അത് കഴിയുമ്പോൾ മോനും വിട്ടുകൊടുക്കുന്നില്ല. അവന് 2 തവണ ഒളിച്ചിരുന്ന് അപ്പൻ്റെ അതേ ട്രിക്ക് പ്രയോഗിച്ച് അപ്പനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കുള്ള ഷൂട്ടിംഗ് അല്ല, ഗെയിം തോക്ക് വെച്ചിട്ടുള്ള ഷൂട്ടിങ്. എന്നാൽ അവസാന റൗണ്ടിൽ അപ്പനായിരിക്കും ജയിക്കുക. ഇതോടെ മോന് ദേഷ്യമായി. നിങ്ങൾ എന്നെ പറ്റിച്ചതാ, അങ്ങനെ ജയിക്കാൻ വഴിയില്ല. ഒരു 70s കിഡായ നിങ്ങൾ എങ്ങനെ പുതിയ ഗെയിമിൽ എന്നെ പറ്റിച്ച് ജയിക്കാൻ പറ്റി? ഞാനത് വിശ്വസിക്കില്ല. നിങ്ങൾ ആ കടക്കാരന് പണം കൊടുത്തിട്ടുണ്ടാവണം, അല്ലാതെ നടക്കില്ല എന്ന് പറയും. ഉടനെ ഹീറോ, നീ അങ്ങനെ പഴയ ആൾക്കാരെ കൊച്ചാക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രായത്തിൽ ഞാനും നല്ലൊരു കളിക്കാരനായിരുന്നു. ഇതിൽ നീ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. മോനെ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്കറിയാം. ഇഷ്ടമുള്ളത് തന്നെ ചെയ്തോന്നും പറഞ്ഞ് അപ്പം മോനെ ആ ഗെയിമിൽ തന്നെ തുടർന്നോളാൻ പറയും. ഇത് കഴിഞ്ഞ് വീണ്ടും അവർ കാറെടുത്ത് പോവാണ്. അവസാനം ലാസ് വേഗാസിലേക്ക് എത്തിപ്പെട്ടു. ഒരു വലിയ സിറ്റിയാണത്. ചൂതാട്ടങ്ങളുടെയും ക്ലബ്ബുകളുടെയും ആഘോഷങ്ങളുടെയും നഗരം. 24 മണിക്കൂറും അത് ഓണായിരിക്കും. ഇവർ നേരെ ചെല്ലുന്നത് വലിയൊരു ഹോട്ടലിലേക്കാണ്. അത്രയും വലിയ ഹോട്ടൽ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഭാര്യ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഇപ്രാവശ്യം ഞാനത് സ്പെഷ്യലായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണെന്ന് ഹീറോ അവരോട് പറയും. അവരെയൊക്കെ കംഫർട്ടാക്കിയതിന് ശേഷം ബാറിൽ ചെന്ന് താൻ കാണാൻ വന്നിരുന്ന കൂട്ടുകാരനെ കണ്ട് ഹീറോ അവർക്ക് വേണ്ട പാസ്പോർട്ടൊക്കെ വാങ്ങിക്കുക. അപ്പം ആ കൂട്ടുകാരൻ ചോദിക്കും, നീ ഭാര്യയോടെല്ലാം സത്യവും പറഞ്ഞോന്ന്? അതിന് ഹീറോ, ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് പേടിയാവുന്നു, എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറയും. അതിന് ആ കൂട്ടുകാരൻ, ഒരു കാര്യം ചെയ്യ്, ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകും, അവിടുന്ന് പറഞ്ഞാൽ മതി. അവിടെ ആകുമ്പോൾ കത്തികളൊന്നും ഉണ്ടാവില്ല. കാരണം ഈ പെണ്ണ് ദേഷ്യപ്പെട്ട് നിന്നെ കുത്തിയാലോ, അതുകൊണ്ട് അതാണ് സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുക. ശരി, അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നും പറഞ്ഞ് ഹീറോ തിരിച്ച് റൂമിലേക്ക് വന്ന് ഭാര്യയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാം. അവൾ നല്ല ഭംഗിയായി ഒരുങ്ങിയിട്ടൊക്കെയുണ്ട്. ഇറങ്ങി പോകാൻ നേരം ഹീറോ മക്കളോട്, ഈ മുറി വിട്ട് നിങ്ങൾ എങ്ങും പുറത്തു പോകരുത്, ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ
ഇവിടെ തന്നെ ഇരുന്നോണം, ഈ സിറ്റി അത്ര സേഫ് അല്ല, ഞങ്ങൾ വന്നതിന് ശേഷം നിങ്ങളെ കൊണ്ടുപോകാന്ന് പറയും. പിള്ളേർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പനും അമ്മയും പോയ ഉടനെ പിന്നെ അപ്പം പറഞ്ഞതും കേട്ട് നമുക്കിവിടെ ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റില്ല, വീഗാസിൽ വന്നിട്ട് അടിച്ചു പൊളിക്കാതിരിക്കുന്ന എങ്ങനെയാ, നമുക്ക് പുറത്തു വന്നും പറഞ്ഞ് ഇവർ ആ കൊച്ചു കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങുകയാണ്. ഏതോ DJ പാർട്ടിയിലൊക്കെ പോയി ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗെയിം കളിക്കുന്ന ഒരു ഗെയിം സെന്ററിലേക്ക് പോകും. ആ സെന്റർ വളരെ ഫേമസാ, അവിടെ കോമ്പറ്റീഷനൊക്കെ നടക്കാറുണ്ട്. ചേട്ടൻ ഇഷ്ടമായതുകൊണ്ട് അവൻ അനിയത്തിനെയും കുഞ്ഞനിയനെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അവിടെ ഗെയിം കളിക്കുന്ന ഒരു പ്രധാന ഗെയിമർ, അയാൾക്ക് ഈ മകനെ കണ്ട ഉടനെ മനസ്സിലാകും അവൻ കിൽബോയ് ആണെന്ന്.